നമസ്കാരം, ന്യൂസ് 3യിലേക്ക് സ്വാഗതം. നോക്കാം ആദ്യം പ്രധാന തലക്കെട്ടുകൾ. കൊല്ലം നിലമേലിൽ ഗവർണർക്കെതിരെ എസ്എഫ്ഐയുടെ കരിങ്കൊടി പ്രതിഷേധം. കാറിൽ നിന്ന് പുറത്തിറങ്ങി റോഡിലിരുന്ന് ഗവർണർ. പേരെ അറസ്റ്റ് ചെയ്തെന്ന് പോലീസ്. ഗവർണർ തിരിച്ചുപോയത് എഫ്ഐആർ പകർപ്പ് ലഭിച്ചതിന് ശേഷം. ഗവർണർക്കെതിരായ പ്രതിഷേധത്തിൽ ഇടപെടലുമായി കേന്ദ്ര സർക്കാർ. ഗവർണർക്ക് CRPF സുരക്ഷയൊരുക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനം. നൽകുക Z+ സുരക്ഷ. ഗവർണറെ ഫോണിൽ വിളിച്ച് അമിത്ഷായും ഉപരാഷ്ട്രപതിയും. കരാറുകാരന്റെ ജീപ്പിൽ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചതിൽ ആരോപണം തള്ളി മന്ത്രി മുഹമ്മദ് റിയാസ്. ചിലരുടെ ചോര കുടിക്കാനാണ് ഇങ്ങനെ വാർത്തകൾ നൽകുന്നത്. വണ്ടിയിൽ കയറുന്നതിന് മുൻപ് RC ബുക്ക് നോക്കാനാകുമോ എന്നും ചോദ്യം. ബീഹാറിൽ നീക്കങ്ങൾ വേഗത്തിലാക്കി നിതീഷ് കുമാർ. നാളെ ഗവർണറെ കാണാൻ സമയം തേടിയതായി സൂചന. ബീഹാർ നിയമസഭാ കക്ഷി യോഗം നാളെ. അടിയന്തര യോഗം വിളിച്ച RJD. ഇടുക്കിയിൽ പാർട്ടി ഓഫീസിന് NOC നിഷേധിച്ചതിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ CPM. ഭൂമി കയ്യേറിയിട്ടില്ലെന്ന CV വർഗീസ്. മാത്യു കുഴൽനാടന്റെ കയ്യേറ്റത്തെ ന്യായീകരിക്കാൻ ഉയർത്തിക്കൊണ്ടുവന്ന വിവാദമെന്നും വിമർശനം. വിശദമായ വാർത്തകളിലേക്ക്. ഗവർണർക്കെതിരെ പ്രതിഷേധത്തിൽ ഇടപെടലുമായി കേന്ദ്ര സർക്കാർ. ഗവർണർക്ക് CRPF സുരക്ഷയൊരുക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനം. ആഭ്യന്തര മന്ത്രാലയം രാജ്ഭവനെ ഇക്കാര്യം